എന്നിട്ട് അവര് ജനിച്ചത് പാപികളെ രക്ഷിക്കാനും അവര് മരിച്ചത് സ്വർഗത്തിൽ കൊണ്ടുപോകാനുമാണ്. അപ്പൊ യേശുവിന്റെ ക്രൂശ് മരണവും ജനനവും വ്യർത്ഥമാക്കി കളയുന്നത്. നമ്മളാണ് ഇപ്പൊ ഉടനെ കൊർന്നേലിയസിനെ പിടിച്ച് ദൈവമാക്കും. ദൂരം പ്രത്യക്ഷപ്പെട്ട ആളല്ലേ, ദൈവമാക്കും. മാർപ്പാപ്പാൻ പറഞ്ഞ പത്രോസ് പറഞ്ഞ എങ്ങനെയാ, ഞാൻ ഒരു മനുഷ്യനാ. മനസ്സിലെ? അതുകൊണ്ടല്ലേ ദേഹം ദേഹി ആത്മാവ്. ആത്മാവിന് വേദനയുണ്ട്, ദാഹമുണ്ട്, സംസാരിക്കാം. ഇനി ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് ഈ സെബസ്ത്യാനോസിന്റെ പെരുന്നാൾ വരുമ്പോ പാടുന്നത്. വിശുദ്ധനായ സെബസ്ത്യാനോസേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും, പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനെ, പാപങ്ങൾ ഞങ്ങൾക്ക് സ്വർഗരാജ്യം തര പീഡനമേറ്റു തളർന്നാൽ. അപ്പൊ പിന്നെ യേശു എന്തിനാ മരിച്ചത്? യേശു എന്തിനാ മരിച്ചത്? എന്തിന് പാപമായി വിളിച്ചു പറയുന്നത്? അതുപോലെ ജോൺ ബുട്ടോയുടെ പാട്ടും ഇത് കണക്ക് തന്നെ പാടുന്നത്. അപ്പം നമ്മളെ ദൂഷണ പറയുന്നത്. ദൈവത്തെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും അറിയാം. എന്നിട്ട് അവര് ജനിച്ചത് പാപികളെ രക്ഷിക്കാനും അവര് മരിച്ചത് സ്വർഗത്തിൽ കൊണ്ടുപോകാനുമാണ്. അപ്പൊ യേശുവിന്റെ ക്രൂശ് മരണവും ജനനവും വ്യർത്ഥമാക്കി കളയല്ലേ, ആ വിശ്വാസത്തെ ത്യജിച്ച് പറയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാവും. ഓരോ പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴും നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാതെ നമ്മൾ പറയുന്ന വാക്കുകൾ രണ്ടോ മൂന്നോ ആണെങ്കിലും അളന്ന് തൂക്കി ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം പ്രാർത്ഥന. അന്ന് ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരാരും അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം കൊർന്നേലിയസിന്റെ ഭവനത്തിലെ കാര്യങ്ങൾ. കൊർന്നേലിയസ് ഒരു ദാനം ചെയ്ത മനുഷ്യൻ, നല്ല 4 നേരം പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. പക്ഷെ യേശുവിനെ അറിയത്തില്ലായിരുന്നു. അപ്പൊ തുകൽ പണിക്കാരനെ ശീമോന്റെ വീട്ടിലായിരുന്നു പത്രോസ് താമസിക്കുന്നത്, കടലിന്റെ അടുത്തുള്ള. അപ്പൊ പത്രോസിന് ഒരു പിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. യഹൂദനല്ലേ, അപ്പൊ ഈ പരിച്ഛേദന കാര്യത്തിൽ ഭയങ്കര തർക്കമാണല്ലോ. യഹൂദരെ നമ്മൾ ആദ്യമൊക്കെ വിശ്വാസം തരുമ്പോഴേ ഈ ബന്ധക്കോസ്തക്കാരോടാണ് നമ്മളെ നിന്നാലേ, കത്തോലിക്കരെ കാണുമ്പോൾ നമ്മളങ്ങ് മാറും. ഞാനും ബന്ധക്കോസ്താന്ന് പറയത്തില്ലയോ എന്നിപ്പോ നമ്മൾ മാറത്തില്ലായിരുന്നോ ആദ്യമൊക്കെ. അപ്പൊ ഇതാണത് പത്രോസും ഇങ്ങനെയാ യഹൂദന്മാരെ കണ്ടപ്പം ജാതികളുടെ ഇടയിൽ നിന്നൊക്കെ മാറിക്കളഞ്ഞു. പൗലോസ് അതിനെ ശാസിക്കുന്നുണ്ട് അല്ലേ, പത്രോസിനെ ശാസിക്കുന്നുണ്ട്. അതുപോലെ ഉള്ളിലൊരു പിടുത്തം ഉണ്ടായിരുന്നു, പാരമ്പര്യത്തിന്റെ പരിച്ഛേദനത്തിന്റെ പിടുത്തം പത്രോസിനുണ്ടായിരുന്നു. അത് കർത്താവിനെ അറിയായിരുന്നു. അതിന്റെ കർത്താവ് പത്രോസ് ഉറങ്ങിയപ്പോ സ്വപ്നം കാണിച്ചു കൊടുത്ത് സ്വർഗത്തിൽ നിന്ന് 4 ഇതുള്ള ഒരു പാത്രം, ഒരു തുപ്പട്ടി ഇറക്കി. അതായത് ആ പാത്രത്തിനകത്ത് മൊത്തം ഈ ഭൂമിയിലെ ഇഴജാതി 4 എല്ലാം മൃഗങ്ങളെ കാണിച്ചിട്ട് നീ ഇത് എടുത്ത് ആർക്ക് തിന്നാൻ പറയുന്നു. അപ്പൊ പത്രോസ് അറിയോ, കർത്താവെ ഞാൻ അശുദ്ധമായൊന്നും ഭക്ഷിക്കത്തില്ല എന്ന് പറയുമ്പം കർത്താവ് പറയുന്നത് ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധം എന്ന് പറയും. 3 പ്രാവശ്യം ഇത് ആവർത്തിക്കും. ഇത് കഴിയുമ്പോഴാണ് കൊർന്നേലിയസിന്റെ വീട്ടിൽ നിന്ന് ആള് വരുന്നത് പത്രോസിനെ വിളിക്കാൻ. മനസ്സിലായി? അപ്പോഴാണ് പത്രോസിന് ഈ സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലായത്. അങ്ങനെ ആ കൊർന്നേലിയസിന്റെ വീട്ടിൽ ചെല്ലുന്നത്. പക്ഷെ കൊർന്നേലിയസ് ഒരു കാര്യം ചെയ്ത്, ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞിട്ടാ പത്രോസിനെ വിളിപ്പിക്കുന്നത്. കൊർന്നേലിയസിന്റെ പ്രാർത്ഥന സമയത്ത് ദൂതൻ ഇറങ്ങി എന്ന് പറഞ്ഞത് പ്രകാരമാണ് നോക്കണേ എന്ന് ആ ദൂതൻ ബന്ധം പത്രോസ് താമസിക്കുന്ന സ്ഥലവും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നമ്മളാണ് ഇപ്പൊ ഉടനെ കൊർന്നേലിയസിനെ പിടിച്ച് ദൈവമാക്കും. ദൂതൻ പ്രത്യക്ഷപ്പെട്ട ആളല്ലേ, ദൈവമാക്കും ഇല്ലേ. അങ്ങനെ കൊർന്നേലിയസ് പിന്നെ ആള് പറഞ്ഞു വിട്ട് വിളിച്ചോണ്ട് പോകുന്നത് പത്രോസിന്. കൂടെ കുറെ യഹൂദന്മാരും പോകും. മനസ്സിലെ? അവിടെ ചെല്ലുമ്പം കൊർന്നേലിയസ് ചെയ്യുന്ന തന്റെ ബന്ധുക്കളെ എല്ലാം പിടിച്ചു വീട്ടി ഇരുത്തിട്ടുണ്ട്. കാരണം ദൈവം പറഞ്ഞൊരു പുരുഷനാ വരുന്നത്. അതെ. അപ്പൊ കൊർന്നേലിയസ് വന്ന ഉടനെ പത്രോസ് വന്ന ഉടനെ കൊർന്നേലിയസ് സ്വീകരിച്ച് പത്രോസിന്റെ കാല് വീഴുമ്പോ പറയും, ഞാനും ഒരു മനുഷ്യനാ. കാലൊന്നും വീഴണ്ട എന്നുള്ള അർത്ഥമാ പറയുന്നത്, ഞാനും ഒരു മനുഷ്യനാ. ആദ്യത്തെ മാർപ്പാപ്പാൻ പറഞ്ഞ പത്രോസ് പറഞ്ഞ എങ്ങനെയാ, ഞാനും ഒരു മനുഷ്യനാ. മനസ്സിലെ? അതുകൊണ്ട് അവരാരും അവരെ വണങ്ങാനോ ഒന്നും, അവര് ദൈവത്തെ ആരാധിക്കാനാ പഠിപ്പിച്ചത്. മാതാവും ദൈവത്തെ ആരാധിക്കാനാ പഠിപ്പിച്ചത്. അത് മാത്രം ഓർമ്മയിരിക്കുക. കർത്താവ് പറയണത് കർത്താവിനും വേദനയുണ്ട്. കർത്താവ് അതുകൊണ്ടാണ് ഒരുപാട് പറഞ്ഞത്. ഒരു മുന്തിരിത്തോട്ടം ഒരു വീട്ടുടമ ഉണ്ടാക്കിയിട്ട് ആലുചുറ്റും വേലി ഉണ്ടാക്കി അതിന് ഒരു ഗോപുരവും ഒരു മുന്തിരി ചക്കും വെച്ചു. ഇതൊക്കെ കർത്താവിന്റെ വേദനയാണ്. കാരണം പുത്രൻ ലോകത്തിലേക്ക് വന്നിട്ട് പുത്രനെ സ്വീകരിക്കുന്നില്ല. ആ സ്വീകരിക്കാതിരിക്കാൻ, പുത്രനെ ആരാധിക്കാതിരിക്കാൻ ഒരുപാട് ന്യായവാദങ്ങളാണ് മനുഷ്യരിറക്കുന്നത്. അതുപോലെ പുത്രൻ വന്ന ആ കാര്യമാണ് യേശു ഉപമയിലൂടെ പറയുന്നത്. അപ്പം അതിന്റെ വിളവെടുപ്പ് സമയമായപ്പം പഴം പറിക്കാൻ കൃത്യന്മാരെ പറഞ്ഞു വിട്ടു. മത്തായി 21-22 അല്ലേ? അപ്പം പറഞ്ഞു വിട്ടപ്പം ആ കൃഷിക്കാര് ഈ കൃത്യന്മാരെ എല്ലാം
കൊല്ലുകയും കല്ലെറിയുകയും നമുക്കറിയാം, അത് വായിച്ചിട്ടുണ്ട് ഒരുപാട് വായിച്ചു. ചെന്നവരെ എല്ലാം അങ്ങനെ തന്നെ ചെയ്തു. അപ്പൊ അവസാനം സ്വന്തം പുത്രനെ അയച്ചു. പുത്രനോട് ഇത് തന്നെ ചെയ്തത്. പിന്നെ ഇവരോട് എന്തോ ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞു. അവസാനം ഇവരെ എന്തോ ചെയ്യുമെന്ന്, ഇവരെയാണ് കൈ കാലും കൂട്ടി അങ്ങോട്ട് എറിയുന്നത്. അത് യേശു തന്നെ പറഞ്ഞു, നമ്മൾ പറഞ്ഞതല്ല. പിന്നെ ഇവര് പറയുന്ന ശുദ്ധീകരണ സ്ഥലം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ധനവാനെ ശുദ്ധീകരണ സ്ഥലത്തിട്ട് നീ ഇത്ര വർഷം അവിടെ കിടാന്ന് യേശു പറഞ്ഞില്ല. ധനവാൻ നരകത്തിൽ കിടക്കുമ്പം ദാഹിച്ചപ്പം ദേഹം ദേഹി ആത്മാവ്, ആത്മാവിന് വേദനയുണ്ട്, ദാഹമുണ്ട്, സംസാരിക്കാം. അവിടെ കിടന്നിട്ട് സംസാരിക്കുന്നില്ലയോ? അബ്രഹാത്തിന്റെ മടിയിൽ ആശ്രയിക്കുമ്പോ സംസാരിക്കുകയില്ലയോ? സംസാരിക്കുന്നത് അതെ പറയുന്നത് കാണാമല്ലോ, കാഴ്ചയുണ്ടല്ലോ. അബ്രഹാത്തിന്റെ മടിയിൽ ആശ്രയിക്കുന്നത് കണ്ടല്ലോ. എനിക്ക് ദാഹിക്കുന്നത്, അവന്റെ ആ ഒരു വിരല് കൊണ്ട് എന്റെ നാവിനെ നിന്ന് വെള്ളം തൊട്ട് തണുപ്പിക്കണേന്ന്. അപ്പൊ സംസാരിച്ചില്ലേ? അപ്പൊ പറയുന്നില്ല. യേശു എന്ത് പറയുന്നത്? ഇവിടെ നിന്ന് അങ്ങോട്ടും വരാൻ പറ്റത്തില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. ആ ഇടയ്ക്കൊരു ശുദ്ധീകരണ സ്ഥലമുണ്ട്, നീ 40 വർഷം അവിടെ കിടന്ന് ശുദ്ധീകരിക്കപ്പെട്ടിട്ട് പിന്നെ കേട്ടാന്ന് പറഞ്ഞില്ല. ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നടുക്കൊരു ഗർത്തമുണ്ട്. എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ നല്ല മനുഷ്യനായിരുന്നു. പിന്നെ 5 സഹോദരങ്ങളാണ്ട് ഭൂമിയിലുണ്ട്. നമ്മളാണെ പറയാം അവനും കൂടെ കൂട്ടുവരട്ട്, ഇങ്ങോട്ട് എന്റെ കൂട്ടുവരട്ടെന്ന് പറയും. പക്ഷെ അങ്ങനെയൊന്നും പുള്ളി പറഞ്ഞില്ല. പുള്ളി പറഞ്ഞു, ഞാനോ ഇങ്ങനെ ഇവിടെ കിടന്ന് യാതന അനുഭവിക്കുന്നത്, എന്റെ സഹോദരങ്ങള് ഭൂമിയിലുണ്ട്, ഈ ലാസറിന്റെ വിട്ടെന്ന് പറയിപ്പിക്കണേ. അപ്പൊ പറഞ്ഞെന്തുവാ, മോശയും മറ്റു പ്രവാചകന്മാരും ഭൂമിയിലുണ്ട്, അവര് പറഞ്ഞിട്ട് കേൾക്കാത്തവര് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ഇന്നും അത് എല്ലാം നടക്കുന്നത്. ഈ യേശുവിനെ ആരാധിക്കാൻ പറയുമ്പം ഈ അച്ഛന്മാര് പോലും പഠിപ്പിക്കുന്നത് എന്തൊക്കെയാ? അവരോ സ്വർഗത്തിൽ പോകത്തില്ല, മറ്റുള്ളവരെ സ്വർഗത്തിൽ വിടത്തില്ല. ഇത് നമ്മളാരും എഫേസ്യസ് ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ രക്ഷ ദൈവത്തിന്റെ ദാനവ, സൗജന്യ ദാനവ. ഇത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ ദാനകർമ്മം കൊണ്ടോ നേടിയെടുക്കുന്നതല്ല. വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ നീതിയാണ്. ആ നീതിയിലാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന ദൈവത്തിന്റെ നീതി. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. നമ്മളെ വിശ്വസിച്ചാൽ മാത്രം മതി. പിന്നെ അത് പറഞ്ഞിട്ട് നമ്മൾ പോയി പാപം ചെയ്യരുത്. മനസ്സിലായോ? യോഹന്നാൻ പറഞ്ഞ മക്കളെ, അഥവാ നിങ്ങൾ പാപം ചെയ്യാനിടയാൽ നമുക്കൊരു മധ്യസ്ഥ സ്വർഗത്തിലുണ്ട്, അർക്കപ്പെട്ട കുഞ്ഞാട് യേശു ഉണ്ട്. പക്ഷെ എന്നും പറഞ്ഞാൽ അത് മുതലാക്കി പാപം ചെയ്യരുത്. അപ്പം എല്ലാത്തിനും ഒരു ഇതുണ്ട്. പാപം ചെയ്യുന്നത് പാപത്തിന്റെ അടിമയാണ്. ഇപ്പം നമ്മള് പാപത്തിന്റെ അടിമകളല്ല, നമ്മൾ യേശുവിന്റെ അടിമകളാ. നമുക്ക് അങ്ങനെ പറയാം. യേശുവിനെ നമ്മൾ അനുസരിക്കണം. നമ്മൾ ആ ജീവൻ, നമ്മൾ യേശു ആ സമരക്കാരി സ്ത്രീയോട് എന്താ പറഞ്ഞത്? പിന്നെ ഞാൻ നൽകുന്ന വെള്ളത്തിന് ജീവനുണ്ട്, ഈ വെള്ളം കുടിക്കുന്നതിന് ദാഹിക്കത്തില്ല. അപ്പൊ ജീവനുള്ള വെള്ളം തരാന്നാ പറഞ്ഞത്. ആ ജീവനുള്ള വെള്ളമാണ് നമുക്ക് തന്ന പരിശുദ്ധാത്മാവ്. നമുക്ക് ദാഹമില്ലിപ്പം. എങ്ങനെ ദാഹമുണ്ട്? ആത്മാവിൽ ദാഹമുണ്ട്. നമുക്ക് എങ്ങനെയാ? അല്ലാതെ ഈ ലോകത്തെ കാര്യങ്ങൾക്കല്ല നമ്മൾ ഒരുപാട് ദാഹിക്കുന്ന. എനിക്ക് ഇനിയും വേണം കർത്താവ്, ഇത്രയും നിറഞ്ഞാൽ പോരാ, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ എനിക്ക് കർത്താവിനെ വേണം വേണം വേണം. എന്റെ ആഴത്തിൽ എന്റെ കർത്താവിനെ ഒന്ന് അനുഭവിക്കണം. എനിക്ക് എന്റെ കർത്താവിന്റെ ഒരു പ്രേമ ബന്ധം വേണം. ഒരു പ്രണയ ബന്ധം യേശുവായിട്ട് വേണം. അതാണ് ഒരു ക്രിസ്തീയ ജീവിതം. ഈ പ്രണയിക്കുന്ന ആൾക്കാരെ എത്ര സംസാരിച്ചാലും അവർക്ക് മടുപ്പ് വരത്തില്ല. പിന്നെയും അവർക്ക് കാണണം, കേൾക്കണം, സംസാരിക്കണം എന്നാ. മനസ്സിലായോ? അതുപോലെ ആയിരിക്കണം യേശുവായിട്ടുള്ള ഒരു പ്രണയ ബന്ധം. ആ പ്രണയ ബന്ധത്തിൽ നമ്മൾ ആകുമ്പോഴാണ്. അതുകൊണ്ട് യേശു തന്റെ വേദന പറയാ. മുന്തിരി വിവാഹ വിരുന്നിന് ഒരു രാജാവ് തന്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോ യേശുവിന്റെ വേദനയാ പറയുന്നത്. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം. എന്റെ കർത്താവ് എന്നെയും ക്രിസ്തുവിൽ ഉറപ്പിച്ച് നിർത്തി പരിപാലിക്കുന്നതിനെ നന്ദി പറയുന്നു. വീണ്ടും എന്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവെ പുകഴാൻ ഒന്നുമില്ല, പ്രശംസിക്കാൻ ഒന്നുമില്ല. അടിയന്റെ മേൽ അങ്ങയുടെ കൃപ പകർന്നത് കൊണ്ട് മാത്രമാണ് കർത്താവെ ഇന്ന് നിൽക്കുന്നത് ഭൂമിയിൽ. കർത്താവെ കർത്താവെ വീണ്ടും പോകുമ്പോൾ ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന നല്ല ഒരു അപ്പം ഞങ്ങൾക്കുള്ളത് കൊണ്ട് കർത്താവെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു.